ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മളെടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഹവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്ന യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ഹാഫ് എ ഡേ എന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലേ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഓതർ പാർട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ എന്താണ് ഒരു ചെറിയ തീം ഇതിൽ വരുന്നത് എന്നതിനെക്കുറിച്ചിട്ടും നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണ് ഈ ചാപ്റ്ററിൽ ഇനി അങ്ങോട്ട് വരുന്നത്, അല്ലെങ്കിൽ എന്ത് തീമാണ് ഉൾക്കൊണ്ടുവരുന്നത് എന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഹാഫ് എ ഡേ നജീബ് മെഹ്ഫൂസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ ഫസ്റ്റ് തുടങ്ങുന്നതിൻ്റെ ആ ഒരു പേജാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഐ പ്രൊസീഡഡ് അലോങ് സൈഡ് മൈ ഫാദർ ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ് റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ്. All my clothes were new, the black shoes, the green school uniform, and the red tarboosh. My delight in my new clothes, however, was mixed, for this was no feast day, but the day on which I was to be cast into school for the first time. അപ്പോൾ എന്താണ് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്? ഐ പ്രൊസീഡഡ് അലോങ് സൈഡ് മൈ ഫാദർ. എന്താ പറയുന്നത്? ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ എന്താണ് ഇങ്ങനെ നടന്നു. ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ്, അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഹാൻഡിൽ പിടിച്ചുകൊണ്ട്. റണ്ണിങ് ടു കീപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ്. എന്താണ് ലോങ് സ്ട്രൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛന്മാരുടെ കാലടികളെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത് കേട്ടോ. റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ എന്താണ് അച്ഛന്മാർ നടക്കുന്നതൊപ്പം നമുക്ക് നടക്കാൻ കഴിയില്ല അല്ലേ. നമ്മളപ്പോൾ എന്ത് ചെയ്യും? അവരുടെ കയ്യിൽ തൂങ്ങിയിട്ട് നമ്മളെന്താ ഓടുക ചെയ്യുന്നത്, അവരുടെ എന്താണ് കാലടിയുടെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇവൻ എന്താ ചെയ്യുന്നത്? റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ്. എന്താണ്? ഞാൻ എൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ച് അച്ഛൻ്റെ കാലടിയുടെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? കൈ തൂങ്ങി ഇങ്ങനെ ഓടുകയാണ്. ഓൾ മൈ ക്ലോത്തസ് വർ ന്യൂ. എന്താ പറയുന്നത്? എൻ്റെ ക്ലോത്തസ് എല്ലാം ന്യൂ ആണ്. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സെല്ലാം എന്താണ്? പുതുതാണ്. ദ ബ്ലാക്ക് ഷൂസ് അല്ലേ, ബ്ലാക്ക് കളർ എന്താണ് ഷൂസ് ധരിച്ചിട്ടുണ്ട്. ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം. എന്താണ് യൂണിഫോമിൻ്റെ നിറം പറയുന്നത്? ദ ഗ്രീൻ. ആൻഡ് ദ റെഡ് ടർബൂഷ്. ടർബൂഷ് എന്ന് പറയുന്നത് ഒരു തൊപ്പിയാണ് കേട്ടോ. തൊപ്പീനെ പറയുന്ന പേരാണ് ടർബൂഷ് എന്ന് പറയുന്നത്. മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്തേഴ്സ് നവർ വാസ് മിക്സഡ്. അപ്പോൾ എന്താ പറയുന്നത്? അവിടെ അവന് സന്തോഷം അല്ലേ, എൻ്റെ സന്തോഷം അല്ലെങ്കിൽ ഒരു മിക്സഡ് ആണ് എന്ന് പറയുകയാണ്. സന്തോഷമാണോ? അല്ല. സങ്കടമാണോ? അല്ല. ഒരു മിക്സഡ് ആയിട്ടാണ് അവിടെ അവന് എന്ത് വരുന്നത്? ആ ഒരു ഡിലൈറ്റ് തോന്നുന്നത്. ഫോർ ദിസ് വാസ് നോ ഫീസ്റ്റ് ഡേ ബട്ട് ദ ഡേ ഓൺ വിച്ച് ഐ വാസ് ടു ബി കാസ്റ്റ് ഇൻ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ എന്താ അവിടെ പറയുന്നത്? എന്തിനാണ് അവൻ ഇത്രയും ഒരു സങ്കടം തോന്നാൻ കാരണം അവൻ്റെ പുതിയ ക്ലോത്തസ് ആണ് അല്ലേ. അവൻ എന്താണ് ഒരു എല്ലാ കാര്യങ്ങളും പുതുതാണെന്ന് പറയുന്നുണ്ട്. ബ്ലാക്ക് ഷൂസാണ്, ഗ്രീൻ യൂണിഫോമാണ്, ആൻഡ് റെഡ് ടർബൂഷ് ഇട്ടിരിക്കുന്നു. അപ്പോൾ എന്താ പറയുന്നത്? ഇതെല്ലാം പുതുതാണെങ്കിലും എന്തിനാണ് അവൻ ഈ ഒരു സങ്കടം? എന്തിനാണ്? ഓൺ വിച്ച് ഐ വാസ് ടു ബി കാസ്റ്റ് ഇൻ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം. അവൻ ആദ്യമായി എന്ത് ചെയ്യുന്നു? സ്കൂളിലേക്ക് പോകുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവന് സങ്കടം. നോക്കി അടുത്ത പാരഗ്രാഫിൽ എന്താ പറയുന്നത്? മൈ മദർ സ്റ്റൂഡ് അറ്റ് ദ വിൻഡോ വാച്ചിങ് അസ് ആൻഡ് ഐ വുഡ് ടേൺ ടുവേർഡ് ഹെർ ഫ്രം ടൈം ടു ടൈം അല്ലേ. മൈ മദർ സ്റ്റൂഡ് അറ്റ് ദ വിൻഡോ വാച്ചിങ് അസ്. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ ഞങ്ങളെ നോക്കിയിട്ട് വിൻഡോ അല്ലേ, ജനാലിൻ്റെ ഉള്ളിലൂടെ ഞങ്ങളെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആൻഡ് ഐ വുഡ് ടേൺ ടുവേർഡ് ഹെർ ഫ്രം ടൈം ടു ടൈം. അവൻ എന്ത് ചെയ്യുന്നു? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറകിലോട്ട് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അപ്പീലിംഗ് ഫോർ ഹെൽപ്പ് അല്ലേ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഒരു സഹായം, എന്നെ സഹായിക്കൂ എന്ന ഒരു മട്ടിലായിരുന്നു അവൻ എന്ത് ചെയ്യുന്നത്? പുറകിലോട്ട് ഇങ്ങനെ നോക്കുന്നത്. വി വാക്ക്ഡ് അലോങ് എ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ് ഓൺ ബോത്ത് സൈഡ്സ് വെർ എക്സ്റ്റെൻസീവ് ഫീൽഡ്സ് പ്ലാന്റഡ് വിത്ത് ക്രോപ്സ്, പ്രിക്ലി പ്യൂർസ്, ഹെന്ന ട്രീസ് ആൻഡ് എ ഫ്യൂ ഡേറ്റ് പാംസ്. അപ്പോൾ എന്താവും പറയുന്നത്? ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ അല്ലേ, അവരിങ്ങനെ നടന്നിട്ട് കുറച്ച് നടന്നു. അപ്പോൾ അങ്ങനെ നടന്നു പോകുമ്പോൾ ആ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ കുറച്ച് ഗാർഡൻസ് അവൻ്റെ കണ്ണിൽ പെടുകയാണ്. അവരിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കാഴ്ച കാണുന്നു, ഒരു സൈറ്റ് അവരുടെ കണ്ണിൽ പെടുന്നുണ്ട്. എന്തൊക്കെയാണ്? രണ്ട് സൈഡിലും ഫീൽഡ്സുകളുണ്ട്. പിന്നെ എന്താണ്? പ്രിക്ലി പിയേഴ്സ് ഉണ്ട്. എന്താണത്? കല്ലിമുൾ ചെടികളുണ്ട്. ഹെന്ന ട്രീസ് അല്ലേ, മൈലാഞ്ചി ചെടികളുണ്ട്. ഫ്യൂ ഡേറ്റ് പാംസ് അല്ലേ, ഈന്തപ്പനകളുണ്ട്. ഇതെല്ലാം തന്നെ അവൻ്റെ കണ്ണിൽ പെടുന്നുണ്ട്. നോക്കി, വൈ സ്കൂൾ
എന്തിനാണ് സ്കൂൾ? ഐ ചലഞ്ചഡ് മൈ ഫാദർ ഓപ്പൺലി. ഞാൻ ഒരു മറയോ അല്ലെങ്കിൽ ഒരു പേടിയോ ഒന്നുമില്ലാതെ എൻ്റെ അച്ഛനോട് ഓപ്പണായിട്ട് ചോദിച്ചു. ഐ ഷാൾ നെവർ ഡു എനിത്തിങ് ടു അനോ യു. എന്താണ്, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്തില്ലല്ലോ അല്ലേ, എന്നെ സ്കൂളിൽ കൊണ്ടാക്കാൻ ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഐ എം നോട്ട് പണിഷിങ് യു ആം ഐ. അപ്പോൾ അച്ഛൻ എന്താ മറുപടി പറയുന്നത്? ഞാൻ നിന്നെ എന്ത് ചെയ്യല്ല, ശിക്ഷിക്കുവല്ല ആണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ലാഫിങ്, എന്തുമല്ല ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കുവാണ്. സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ്. എന്നിട്ട് അവൻ എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു നമ്മളെ അച്ഛന്മാരങ്ങനെയല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തെറ്റായിട്ട് നമ്മൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തി തരാറില്ലേ? അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അച്ഛൻ ചെയ്യുന്നുണ്ട്. സ്കൂൾസ് നോട്ട് എ പണിഷ്മെൻറ്റ് എന്ന് പറയുന്നു. സ്കൂൾ ഒരിക്കലും എന്തല്ല, ഒരു ശിക്ഷയല്ല. ഇറ്റ് ഈസ് ദ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. ഡോണ്ട് യു വോണ്ട് ടു ഗ്രോ അപ്പ്. അപ്പോൾ എന്താ അവിടെ പറയുന്നത്? അതൊരു ഫാക്ടറിയാണ്. എന്തിനുള്ള ഫാക്ടറിയാണ്? പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ, കുട്ടികളിൽ നിന്ന് മുതിർന്നവരിലേക്ക് ആക്കാൻ, അല്ലെ നല്ല നല്ല മുതിർന്ന പൗരന്മാരിലേക്ക് ആക്കാനുള്ള ഒരു ഫാക്ടറിയാണ് നമ്മുടെ സ്കൂളുകൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അച്ഛൻ. ഡോണ്ട് യു വോണ്ട് ടു ഗ്രോ അപ്പ്. എന്നിട്ട് എന്ത് ചോദിക്കുന്നുണ്ട് അവൻ്റെ അടുത്ത്? നിനക്ക് വലുതാവണ്ടേ എന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയേ, അടുത്ത പാരഗ്രാഫ്, അടുത്ത പേജാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നത് കേട്ടോ. ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. അല്ലേ, ഞാൻ ഇതൊന്നും കേട്ടിട്ട് എന്തായില്ല, എനിക്ക് പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും തോന്നിയില്ല, ഒരു കൺവിൻസും ആയില്ല. ഐ ഡിഡ് നോട്ട് ബിലീവ് ദർ വാസ് റിയലി എനി ഗുഡ് ബി ഹാഡ് in tearing me away from the intimacy of my home and throwing me into this building. അപ്പോൾ എന്താ അവൻ പറയുന്നത്? അവൻ്റെ ചിന്തയാണ് അവിടെ പറയുന്നത്, അല്ലെങ്കിൽ അവൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? എനിക്കിത് കേട്ടിട്ടൊന്നും എന്താണ് കൺവിൻസ് ആയില്ല, അല്ലെങ്കിൽ ഒരു വികാരവും തോന്നിയില്ല. അവനെന്താണ്, അത്രയും ഇൻറ്റിമസിയോടുകൂടി, അത്രയും വാത്സല്യം, അത്രയും സ്നേഹം കൊടുത്തിട്ട് വീട്ടിൽ എന്താണ്, ഇത്രയും കുഞ്ഞായിരിക്കുന്ന സമയത്ത് അങ്ങനെയല്ലേ, വീട്ടിലല്ലേ, 5ാം ക്ലാസ്സിലാണ് നമ്മൾ, 5ാം വയസ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ കാര്യം പറയുന്നുണ്ട്. ഇത്രയും നാൾ എന്താണ്, അത്രയും വാത്സല്യം അനുഭവിച്ച് വീട്ടിൽ എന്നെ എന്താണ് കൊണ്ട് നടന്നതാണ്. എന്നിട്ട് എന്നെ എന്താ ചെയ്യുന്നത് ഇവർ? ഈ വലിയ വലിയ ബിൽഡിങ്ങിൽ പോയിട്ട് ത്രോ ചെയ്യുന്നു, എറിയുന്നു എന്ന് പറയാണ്. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് സം ഹ്യൂജ് ഹൈ വാൾഡ് ഫോർട്രസ് ടേൺ ആൻഡ് ഗ്രീം. അത് കണ്ടാൽ തന്നെ എന്താണ്, വലിയ വലിയ കോട്ടകൾ പോലെയാണ് എന്ന് പറയുകയാണ്. വെൻ വി അറൈവ്ഡ് അറ്റ് ദ ഗേറ്റ്. എന്നിട്ട് അവർ എവിടെ എത്തി നിൽക്കുകയാണ്? ഗേറ്റിൻ്റെ അടുത്ത് എത്തി. വി കുഡ് സീ ദ കോർട്ട്യാർഡ്. ഞങ്ങൾക്ക് എന്ത് കാണാം? മുറ്റം കാണാൻ പറ്റുന്നു. വാസ്റ്റ് ആൻഡ് ക്രാംഡ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. അല്ലേ, എന്താണ് അവർ ആ ഗേറ്റിൻ്റെ ഉള്ളിൽ കാണുന്ന കാഴ്ചയാണ് പറയുന്നത് കേട്ടോ. ആ ഒരു കോർട്ട്യാർഡ്, മുറ്റം നിറയെ എന്താണ്, ബോയ്സ് ആൻഡ് ഗേൾസ്, കുട്ടികളാണ് കേട്ടോ. ഗോ ഇൻ ബൈ യുവർ സെൽഫ്. അപ്പം അച്ഛൻ പറയുകയാണ്, നീ എന്ത് ചെയ്യുക, നീ തനിയെ പോ, നീ തനിയെ എന്ത് ചെയ്യുക, സ്കൂളിലോട്ട് പോ എന്ന് പറയുകയാണ്. സെഡ് മൈ ഫാദർ ആൻഡ് ജോയിൻ ദം. എന്നിട്ട് നീ എന്ത് ചെയ്യണം, അവരുടെ കൂടെ പോയിട്ട് ജോയിൻ ചെയ്യണം. പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ് ആൻഡ് ബി ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ് വോണ്ട് യു. അല്ലേ, എന്നിട്ട് നീ എന്ത് ചെയ്യണം, മറ്റുള്ള കുട്ടികൾക്ക് എന്താണ്, ഒരു മാതൃകയാകണം, ഒരു ചിരി നിൻ്റെ മുഖത്ത് വരുത്തണം. വോണ്ട് യു, അല്ലേ, നീ ചെയ്യില്ലേ, അല്ലെങ്കിൽ നീ അങ്ങനെ ആവില്ലേ, മറ്റു കുട്ടികൾക്ക് മാതൃകയാവില്ലേ എന്നുള്ള രീതിയിലാണ് അച്ഛൻ ചോദിക്കുന്നത്. ഐ ഹെസിറ്റേറ്റഡ് ആൻഡ് ക്ലങ് ടു ഹിസ് ഹാൻഡ്. ഞാൻ എന്താണ്, പെട്ടെന്ന് വളരെ പേടിയൊക്കെ തോന്നിയിട്ട് അച്ഛൻ്റെ കയ്യിൽ മുറുകെ ഇങ്ങനെ ഇവിടെ നിന്നും എന്താണ് തുടങ്ങുകയാണ്. നീ എന്താണ് വെയിറ്റ് ചെയ്ത് നിൽക്കരുത്, നീ എന്ത് ചെയ്യണം, നീ ഈ ഒരു സമയത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, ഉള്ളിലോട്ട് പോയിട്ട് നിൻ്റെ പുതിയ ജീവിതത്തിലോട്ട് എന്താണ് കടക്കണം എന്ന് പറയുകയാണ്. ഐ ടുക്ക് എ ഫ്യൂ സ്റ്റെപ്സ്. ഞാൻ എന്താണ് കുറച്ച് സ്റ്റെപ്സുകൾ മുന്നോട്ട് വച്ചു. ദെൻ സ്റ്റോപ്പ്ഡ് ആൻഡ് ലുക്ക്ഡ്. എന്നിട്ട് എന്താണ്, പതുക്കെ അവിടെ തന്നെ നിന്നും എന്നിട്ട് നോക്കി. ബട്ട് സോ നത്തിങ്. എനിക്കൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. ദെൻ ദ ഫേസസ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് കെയിം ഇൻ ടു വ്യൂ. പിന്നെ എന്താണ്, അവൻ നോക്കിയപ്പോൾ ആരുടെയൊക്കെ മുഖങ്ങൾ കാണാൻ പറ്റി അവന്? ബോയ്സ് ആൻഡ് ഗേൾസ് കെയിം ടു വ്യൂ. അവനെ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റി. ഐ ഡിഡ് നോട്ട് നോ എ സിംഗിൾ വൺ ഓഫ് ദം, നൺ ഓഫ് ദം ന്യൂ മീ. എനിക്കെന്താണ്, എന്നെ ഇങ്ങനെ ഒരാൾ നോക്കുന്ന പോലെ എന്താണ് ഫീൽ ചെയ്തു. ഐ ഫെൽട്ട് ഐ വാസ് എ സ്ട്രേഞ്ചർ ഹു ഹാഡ് ലോസ്റ്റ് ഹിസ് വേ, ബട്ട് ഗ്ലാൻസസ് ഓഫ് ക്യൂരിയോസിറ്റി were district toward me and boy approached and asked who brought you. അപ്പോൾ അവിടെ എന്തുണ്ടായി എന്ന് പറയുകയാണ്. അവൻ എന്താണ് പേടിച്ചിട്ട് ആ ഗേറ്റിൻ്റെ മുന്നിലോട്ട് എന്താണ് പോയിരിക്കുകയാണ്. ഗേറ്റിൻ്റെ മുന്നിലോട്ട് പോയെങ്കിലും അവൻ എന്താണ് ഇപ്പോഴും പേടി ഇങ്ങനെ മാറാതെ നിൽക്കുവാണ് കേട്ടോ. പേടി ഇങ്ങനെ മാറാതെ നിൽക്കുമ്പോൾ അവൻ്റെ മുന്നിലേക്ക് എന്താണ് അവൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് എന്താണ്, ഒരു കുട്ടികളിങ്ങനെ തിങ്ങി നിറഞ്ഞിരുന്ന ആ ഒരു കോർട്ട്യാർഡാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ ആ ഒരു കോർട്ട്യാർഡിൽ നിന്ന് എന്താണ്
ഒരാളെ പോലും എന്താണ് അവനെ അറിയില്ലായിരുന്നു, ഒരു കുട്ടികളെ പോലും അവനെന്താണ് അറിയില്ലായിരുന്നു, അവനെയും ആർക്കും എന്താണ് അറിയില്ലായിരുന്നു കേട്ടോ. ഒരു വഴി തെറ്റി വന്നിട്ടുള്ള ഒരു സ്ട്രേഞ്ചർ, അപരിചിതനാണ് എന്നാണ് അവന് തോന്നിയത്. പക്ഷെ എന്താണ്, വളരെ കൗതുകത്തോടെ എന്താണ് എല്ലാവരും അവൻ്റെ മുഖത്തേക്കാണ് ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് ഒരു ആൺകുട്ടി, ഒരു ബോയ് വന്നിട്ട് അവൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ആരാ നിന്നെ കൊണ്ടുവന്നത്? ഹൂ ബ്രോട്ട് യു? മൈ ഫാദർ. അപ്പോൾ അവൻ ആൻസർ പറഞ്ഞു, ഐ വിസ്പേർഡ്, ഞാൻ മന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ്, എൻ്റെ അച്ഛൻ. മൈ ഫാദേഴ്സ് ഡെഡ്, ഹി സെഡ് ക്വൈറ്റ് സിംപിളി. അപ്പോൾ അവൻ തിരിച്ചു പറഞ്ഞ മറുപടി എന്താ, എൻ്റെ അച്ഛൻ ഡെഡ്, എൻ്റെ അച്ഛൻ എന്താണ് മരിച്ചു പോയിരിക്കുന്നു. വളരെ ലളിതമായിട്ടാണ് അവൻ എന്താണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നോക്കിയേ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ, ദ ഗേറ്റ് വാസ് ക്ലോസ്ഡ്, ലെറ്റിംഗ് ഔട്ട് എ പിറ്റിയബിൾ സ്ക്രീം. അല്ലേ, അപ്പോൾ എന്താ അവിടെ പറയുന്നത്, എന്ത് പറയണമെന്ന് അവനറിയില്ലായിരുന്നു. ആ കുട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അവനറിയില്ലായിരുന്നു. ദയനീയമായിട്ടൊരു നിലവിളി എന്താണ് പുറത്തേക്ക് പുറപ്പെടുവിച്ചുകൊണ്ട് എന്താണ് ഗേറ്റ് അടച്ചു. എന്നിട്ട് എന്താ അവിടെ ഉണ്ടായേ, സം ഓഫ് ദ ചിൽഡ്രൻ ബേഴ്സ്റ്റ് ഇൻ ടു ടിയേഴ്സ്, കുറച്ച് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, കരയുന്നുണ്ട്. ദ ബെൽ റാങ്, ബെല്ലടിച്ചു കേട്ടോ. എ ലേഡി കെയിം എലോങ് ഫോളോവ്ഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ, ദ മെൻ ബിഗാൻ സോർട്ടിങ് ആസ് ഇൻ ടു റാങ്ക്സ്. അല്ലേ, ഒരു ലേഡി, ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നാലെ ഒരു കൂട്ടം പുരുഷന്മാരും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. പുരുഷന്മാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരെന്ത് ചെയ്യുന്ന ഒരു റാങ്കായിട്ട് ഇങ്ങനെ ഒരു റോ ആയിട്ട് ഇങ്ങനെ നിർത്തുന്നുണ്ട്. മെൻസുകളൊക്കെ അവരിങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ നിർത്തുകയാണ്. ദിസ് ഈസ് യുവർ ന്യൂ ഹോം. അപ്പോൾ എന്നിട്ട് എന്ത് പറയുകയാണ്, സെഡ് ദ വുമൺ, ആ വുമൺ പറയുകയാണ്, ഇത് നിങ്ങളുടെ പുതിയ വീടാണ്. ഹെർ ടു ദർ ആർ മദേഴ്സ് ആൻഡ് ഫാദർ, നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് എന്താണ് അച്ഛനെയും അമ്മയെയും കാണാൻ കഴിയും. ഹെർ ദർ ഈസ് എവറിത്തിങ് ദാറ്റ് ഈസ് എൻജോയബിൾ ആൻഡ് ബെനിഫിഷ്യബിൾ ടു നോളജ് ആൻഡ് ലൈഫ്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ എന്താണ് വളരെ അറിവും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിന് വളരെയധികം എൻജോയും ഒരുപാട് പ്രയോജനവുമായിരിക്കും നിങ്ങൾക്ക് ഇവിടെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ആ വുമൺ. ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുൾ. വോണ്ട് യു? അപ്പോൾ എന്താണ്, നിങ്ങൾ നിങ്ങളുടെ കണ്ണീരെല്ലാം ടിയേഴ്സ് എല്ലാം തുടച്ചിട്ട് എന്ത് ചെയ്യൂ, സന്തോഷത്തോടെ ഇവിടെ പോകൂ അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇവിടെ എന്താണ് കാണുന്നത്, നമുക്ക് ഈ 2 പേജ് നമ്മൾ നോക്കിയപ്പോഴും ആ കുട്ടികൾക്ക് നമ്മൾ സ്കൂളിൽ ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ആ വിഷമമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ നോക്കിയേ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് അടുത്ത 2 പേജ് ഡിസ്കസ് ചെയ്യാം കേട്ടോ.